Okay, so the next spectroscopic method is electronic spectroscopy, and it is also termed as UV visible spectroscopy. ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ എന്താണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്നുള്ളത് അല്ലേ. നമ്മൾ ഇതുവരെ റൊട്ടേഷണൽ വൈബ്രേഷനിലൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയാണ്. സോ നോ ഡൗട്ട് യു നോ ദാറ്റ് ഇൻവോൾവ്സ് ദ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്. ഇലക്ട്രോണിക് എനർജി ലെവൽസിലുള്ള ട്രാൻസിഷൻസ് കാരണം ഉണ്ടാകുന്ന സ്പെക്ട്രോസ്കോപ്പിയാണ്. അത് സ്റ്റഡി ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പിയാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, ഗുഡ്. നൗ നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഇൻ ദ റേഞ്ച് 10 to 800 നാനോമീറ്റർ. ഈ റേഞ്ചിലുള്ള റേഡിയേഷൻസ് വെൻ ഇറ്റ് ഫോൾസ് ഓൺ എ മോളിക്യൂൾ, ദീസ് റേഡിയേഷൻസ് വിൽ ഇൻട്രാക്ട് വിത്ത് ദ മോളിക്യൂൾ ആൻഡ് ദ റിക്വേഴ്സ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ബിറ്റ്വീൻ ഇലക്ട്രോണിക് എനർജി ലെവൽസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഫോർ അപ്പാർട്ടാണ്, എനർജി ഗ്യാപ്പ് കൂടുതലാണ്. ഇതിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, വൈബ്രേഷണൽ എനർജി ലെവൽസ് ഉണ്ട്. അതിൻ്റെയും ഉള്ളിലാണ് എന്തുള്ളത്, റൊട്ടേഷണൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ഹൈ എനർജി പറഞ്ഞാൽ വേവ് ലെങ്ത് കുറവ് അല്ലേ. എനർജി കൂടിയവർക്ക് വേവ് ലെങ്ത് കുറവ്. നോക്കൂ, രാമൻ നമ്മൾ പഠിച്ചില്ലേ, IR എന്താ പഠിച്ചത്, 700 to 1400, പിന്നെ 3600 വരെയൊക്കെയല്ലേ ഉപയോഗിക്കുന്നത് IR. അപ്പോൾ അതിനേക്കാൾ എനർജി കൂടിയവരെ യൂസ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, ദ റിക്വേഴ്സ് electronic energy level transitions. So by the absorption of these type of radiation will cause electronic transition, and in this range the range between 10 to 400 range involves UV radiation, and 400 to 800 involves visible radiation. നമുക്കറിയാലോ 400 to 800 റീജിയനിലുള്ള റേഡിയേഷൻസ് മാത്രമാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. സൺലൈറ്റിൽ നിന്ന് പല റേഡിയേഷൻസ് വരുന്നുണ്ടെങ്കിലും ഈ ഒരു വേവ് ലെങ്ത് ഉള്ളവരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, 800 എന്നൊക്കെ പറഞ്ഞാൽ റെഡിൻ്റെ റീജിയനിലേക്ക്, അതായത് ഇൻഫ്രാറെഡ്. ഓക്കെ, 400 എന്ന് പറയുന്നത് അൾട്രാ വയലറ്റിൻ്റെ റേഡിയേഷൻ, വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് വരുന്നില്ലേ. അപ്പോൾ 400 to 800 ഈസ് വിസിബിൾ റീജിയൻ. ഓക്കെ, അതിൽ തന്നെ നമുക്കറിയാം 400 ഒരു 200 ഒക്കെ വരുമ്പോൾ തന്നെ ഹൈ എനർജിയാണ് വരുന്നത്. 10 എന്നൊക്കെ പറഞ്ഞാൽ ഹൈ എനർജി UV റേഡിയേഷനാണ്. അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം എപ്പോഴും, അതായത് ബിലോ 200 നമ്മൾ സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 200 to 800 നാനോമീറ്റർ റേഡിയേഷൻസ് ആണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് സ്റ്റഡി ചെയ്യാൻ നമ്മൾ യൂഷ്വലി എംപ്ലോയ് ചെയ്യുന്നത്. So by absorbing these type of radiations there occurs electronic transition, and such spectroscopic method is termed as electronic spectros. Since this arises due to absorption of UV and visible light, this is also termed as UV visible spectroscopy. റൊട്ടേഷണലെ നമ്മൾ എന്ത് പറയും, മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി പറയും. വൈബ്രേഷനെ നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി പറയും. ഇലക്ട്രോണിക് ട്രാൻസിഷനെ നമ്മൾ UV visible spectroscopy എന്നാണ് പറയുന്നത്. So how we can define electronic spectroscopy? Electronic spectroscopy involves the study of electronic transitions from a lower electronic state to higher energy levels by the absorption of energy in the ultraviolet and visible region. So this spectroscopy involves the study of electronic transitions when a molecule absorbs UV or visible light. അതാണ് electronic spectroscopy. Now we want to check the theory of electronic spectroscopy. What is the theory? We know a molecule have 4 types of energy. Translational energy, ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള ട്രാൻസ്ലേഷണൽ എനർജി, ഇലക്ട്രോണിക് എനർജി, വൈബ്രേഷണൽ എനർജി ആൻഡ് റൊട്ടേഷണൽ എനർജി. ഇത്തരത്തിലുള്ള എനർജിയാണ് ഒരു മോളിക്യൂളിന് പ്രധാനമായിട്ടുള്ളത്. ട്രാൻസ്ലേഷണൽ, ഇലക്ട്രോണിക്, വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ എനർജി. ഓക്കെ, ബട്ട് ട്രാൻസ്ലേഷണൽ എനർജി ഈസ് നോട്ട് ക്വാണ്ടൈസ്ഡ്. അപ്പോൾ ക്വാണ്ടൈസ്ഡ് അല്ല, ഒരു പർട്ടിക്കുലർ വാല്യൂ ഇല്ല ട്രാൻസ്ലേഷനിൽ. അപ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു ബോൺ ഓപ്പൻഹീമർ അപ്രോക്സിമേഷൻ ടോട്ടൽ എനർജി ഓഫ് എ മോളിക്യൂൾ മെയിൻലി ഫോക്കസസ് ഓൺ ഇലക്ട്രോണിക് എനർജി, വൈബ്രേഷണൽ എനർജി ആൻഡ് റൊട്ടേഷണൽ എനർജി. Suppose E double prime is the energy of electronic energy. ഇലക്ട്രോണിക് എനർജിയെ നമ്മൾ ഈ ഇലക്ട്രോണിക് ഡബിൾ പ്രൈം എന്ന് കൊടുക്കുകയാണ്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് കേട്ടോ, ഏറ്റവും ചെറിയ എനർജിയാണ്. വൈബ്രേഷണൽ എനർജിയെ നമ്മൾ ഡബിൾ പ്രൈം വൈബ്രേഷണൽ എന്ന് കൊടുത്തു. അതുപോലെ റൊട്ടേഷണൽ എനർജിയെ ഈ ഡബിൾ പ്രൈം റൊട്ടേഷണൽ എന്ന് കൊടുത്തു. ഇതെല്ലാം ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഈ സിംഗിൾ പ്രൈം എക്സൈറ്റഡും ഡബിൾ പ്രൈം ഗ്രൗണ്ട്, ഇങ്ങനെയാണ് ഒരു ഇതെടുത്തിരിക്കുന്നത് കേട്ടോ. ഇലക്ട്രോണിക് എക്സൈറ്റഡ് വൈബ്രേഷണൽ ലെവലിനെ നമുക്ക് വൈബ് കൊടുക്കാം, എക്സ്റ്റേണൽ റൊട്ടേഷന് ഇങ്ങനെ കൊടുക്കാം.
Okay, so ഇതെല്ലാം എനർജിയാണ്. ഇലക്ട്രോണിക് എനർജി, വൈബ്രേഷണൽ എനർജി, റൊട്ടേഷണൽ എനർജി ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇലക്ട്രോണിക് വൈബ്രേഷണൽ റൊട്ടേഷണൽ എനർജി ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ നമുക്ക് ടോട്ടൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇലക്ട്രോണിക് എനർജി പ്ലസ് വൈബ്രേഷണൽ എനർജി പ്ലസ് റൊട്ടേഷണൽ എനർജി. ഡബിൾ പ്രൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ടോട്ടൽ എനർജി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇലക്ട്രോണിക് വൈബ്രേഷണൽ റൊട്ടേഷണൽ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ എന്തായിരിക്കും ഡെൽറ്റ ഇ ചേഞ്ച് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റ് കുറയ്ക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. ഈ ഇലക്ട്രോണിക് മൈനസ് ഈ ഇലക്ട്രോണിക് ഡബിൾ പ്രൈം, ഇത് നേരെ എങ്ങനെ എഴുതുക? മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഡെൽറ്റ ഇ, ചേഞ്ച് ഇൻ എനർജി. ആൻഡ് യു നോ ചേഞ്ച് ഇൻ എനർജി ദാറ്റ് ഈസ് അപ്പോൾ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഇ ഡാഷ് ഇലക്ട്രോണിക് മൈനസ് ഇ ഡബിൾ ഡാഷ് ഇലക്ട്രോണിക്കിനെ നമുക്ക് ഡെൽറ്റ ഇ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്ത ഇലക്ട്രോണിക് എനർജി ലെവൽ തമ്മിലുള്ള എനർജി ഡിഫറൻസ്. ഡെൽറ്റ ഇ വൈബ്രേഷണൽ, ഡെൽറ്റ ഇ റൊട്ടേഷണൽ. ഇനി നമുക്ക് ആൾറെഡി അറിയാം ഏറ്റവും എനർജി കുറഞ്ഞത് ഇത്, പിന്നെ ഇത്, പിന്നെ അതാണ് എഴുതിയിരിക്കുന്നത്. ഇലക്ട്രോണിക് എനർജി ലെവൽസിൻ്റെ ഗ്യാപ്പ് കൂടുതലാണ്, അപ്പോൾ ഡെൽറ്റ കൂടുതലായിരിക്കും. ഇങ്ങനെ എഴുതാം അല്ലേ? പിന്നെ നമുക്കറിയാം ഡെൽറ്റ ഇ ഈക്വൽ ടു എച്ച് ന്യൂ ആണ് എന്നറിയാം. എച്ച് ന്യൂ പറഞ്ഞാൽ എച്ച് സി ന്യൂ ബാർ. ഇത് ജൂൾസിൽ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് സി ന്യൂ ബാർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ഇലക്ട്രോണിക് പ്ലസ് ഡെൽറ്റ ഇ വൈബ്രേഷണൽ പ്ലസ് ഡെൽറ്റ ഇ റൊട്ടേഷണൽ എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ന്യൂ ബാറിനൊരു എക്സ്പ്രഷൻ ദാറ്റ് ഈസ് ഫ്രീക്വൻസി അസോസിയേറ്റഡ് വിത്ത് ട്രാൻസിഷൻ, ദാറ്റ് ഈസ് ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? ഡെൽറ്റ ഇ ഇലക്ട്രോണിക് പ്ലസ് ഡെൽറ്റ ഇ വൈബ്രേഷണൽ പ്ലസ് ഡെൽറ്റ ഇ റൊട്ടേഷണൽ ഡിവൈഡഡ് ബൈ എച്ച് സി. ഓക്കെ, so energy associated with that is wave number associated with the transition is this. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ energy levels. We know in the case of electronic spectroscopy there occurs electronic energy level transitions. So we can represent an electronic energy level by a potential energy curve. This is the curve. Here we have potential energy against internuclear distance r. And this curve is also termed as Morse curve. Potential energy curve for a diatomic molecule is also termed as Morse curve. And this is the structure of the Morse curve. We already learned this type of figure, that is representation of vibrational energy level 0, 1, 2, 3. In that section we learned that as the height increases, as the energy increases, vibrational energy levels come close to each other, and this indicates dissociation level. That is when this much energy is given, the molecule will dissociate. So this is the structure and it is termed as the Morse curve. And you know, in at normal temperature the molecules are at the ground level. Ground level means V equal to 0th level. When we are applying energy, the occurs transition from V equal to 0 to 1, 2, 3 higher levels. And when we are giving an energy sufficient for transitions to V equal to D, when sufficient energy is applied to this molecule, the molecule will excited from V equal to 0 to V equal to T, and this corresponds to dissociation energy. So when this much energy, and here this is the dissociation, and what is this much energy? 0 point energy. We already learned half V plus half H nu. So that is 0 point energy, and this indicates the dissociation energy. So when we apply this much of energy, the molecule will dissociate. Actually this is not possible with vibration. There is no dissociation with vibration, but it is possible with the electronic transition. That means if we can break a molecule or we can dissociate a molecule by electronic transition. Okay, so that is about the potential energy curve, that is the Morse curve. So this figure represents the potential energy curve for a ground state. So this is an electronic energy level, and it contains different vibrational energy levels, and you know each vibrational energy level contains rotational energy levels. So we know that each electronic energy level has its own potential energy curve. So consider this figure. It is potential energy against internuclear distance r. Okay, so this represents the potential energy curve for ground electronic level, and this indicates the potential energy curve for the excited electronic level. ഇത് ഇലക്ട്രോണിക് ലെവൽ, എല്ലാം ഇലക്ട്രോണിക് ലെവലാണ്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് ലെവൽ, ഇത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് ലെവൽ. ഓക്കെ, ആ ഇലക്ട്രോണിക് ലെവലിനെ നമുക്ക് ഇങ്ങനെ പൊട്ടൻഷ്യൽ എനർജി കർവ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം.
And what are the inference we will get from this equation, from this figure? നമുക്കറിയാം, ഇത് നോക്കൂ, ഇതാണ് മിനിമം. ദിസ് പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം ഇവിടെയാണ്. ഈ പൊട്ടൻഷ്യൽ എനർജി കർവിൻ്റെ മിനിമം ഇവിടെയാണ്. ഇത് നോക്കൂ, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇത് ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ദെൻ ഇവിടെ നമ്മൾ പഠിച്ചോലെ ഡബിൾ പ്രൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോവർ എനർജി സ്റ്റേറ്റ്, ദെൻ സിംഗിൾ പ്രൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹയർ. അപ്പോൾ ഇത് ഗ്രൗണ്ട്, അതിൽ ഫസ്റ്റ് വൈബ്രേഷൻ എനർജി V" എന്ന് കൊടുത്തു അല്ലേ. ദെൻ അത് ഡിസോസിയേറ്റ് ചെയ്യുന്ന എനർജി നമ്മൾ D0" എന്ന് കൊടുത്തു. ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതിന് നമ്മൾ V' എന്ന് കൊടുത്തു. V' = 0 1 2 3 എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രോണിക് എനർജി ലെവൽ. ഇത് അടുത്ത ഇലക്ട്രോണിക് എനർജി ലെവൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇലക്ട്രോണിക് എനർജി ലെവൽ ട്രാൻസിഷൻസ് ഓൾസോ ഇൻവോൾവ്സ് വൈബ്രേഷണൽ എനർജി ലെവൽ ട്രാൻസിഷൻ ആൻഡ് റൊട്ടേഷണൽ എനർജി ലെവൽ ട്രാൻസിഷൻ. ഇനി നമുക്ക് മനസ്സിലായി ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഈ മിനിമവും ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ മിനിമവും. ഇതെന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ മിനിമം ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് മിനിമത്തിനേക്കാൾ ഹയർ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അല്ലേ. ഈ മിനിമം ഇവിടേക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇവിടെയല്ലേ കിട്ടുക. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ മിനിമം ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ മിനിമം ആർ ഡിഫർ, ആൻഡ് ദ മിനിമം ഓഫ് ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് റൈറ്റ് ടു ദി മിനിമം ഓഫ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. ആൻഡ് ഓൾസോ D0" is greater than D0'. This is dissociation energy for the excited state, and this is the dissociation energy for the ground state. So these are the things that we obtain from this figure. So this is the ground state electronic energy level, and this is the first excited state energy level. ഇത് കുറച്ചും കൂടി നീങ്ങിയിട്ടാണ്, അതായത് കുറച്ചുകൂടി ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കൂടുതലാണ് അല്ലേ. നമുക്കറിയാലോ, എനർജി കിട്ടുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി മോളിക്യൂൾസ് ആറ്റംസ് അപ്പാർട്ടായി നിൽക്കും, ബോണ്ട് ലെങ്ത്ത് കൂടും. ഹയർ എനർജി വരുമ്പോഴാണ് ബോണ്ട് ഇങ്ങനെ പോയിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് പറയുമ്പോൾ ബോണ്ട് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറച്ചുകൂടി കൂടും. ഇത് നമുക്കറിയാം, ഡിസോസിയേഷൻ എനർജി D0" ഈസ് ഗ്രേറ്റർ ദാൻ D01. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കുറച്ച് എനർജി കൊടുത്താൽ തന്നെ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഏറ്റവും മിനിമം എനർജി കിടക്കുന്നതാണ് അല്ലേ. അപ്പോൾ കുറേ എനർജി കൊടുത്താലാണ് അത് ഡിസോസിയേറ്റ്. ദാറ്റ് ഈസ് ഡിസോസിയേഷൻ എനർജി ലെസ് ദാൻ dissociation energy for excited state is less than the dissociation energy for the ground state, because bonding in the excited state is weak. excited state ലുള്ള bonding weak ആയത് കാരണം നമുക്ക് പെട്ടെന്ന് അതിനെ ഡിസോസിയേറ്റ് ചെയ്യാം. Now we are moving towards an important principle termed as Frank-Condon principle. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. Frank-Condon principle. Frank and Condon independently describe this principle. And before that, we know during transition എങ്ങനെ ട്രാൻസിഷൻസ് നടക്കുക, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അല്ലേ. ട്രാൻസിഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് V" to V'. അതിന് നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എക്സൈറ്റഡ് സ്റ്റേറ്റിനെ ആദ്യം എഴുതുക, എന്നിട്ട് കോമ ഇട്ടിട്ട് എവിടെ നിന്നാണോ വരുന്നത്, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിനെ രണ്ടാമത് എഴുതുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ 0th എനർജിയിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ 1ലേക്ക് പോവുകയാണ് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക 1,0 എന്നാണ്. 0th വൈബ്രേഷണൽ എനർജി ലെവലിൽ നിന്ന് അടുത്ത എനർജി ലെവലിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ. V" നിന്ന് V'. 0ൽ നിന്ന് 2ലേക്കുള്ളതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് 2,0. അപ്പോൾ കോമ ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആദ്യം എഴുതുക, ദെൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതുക. 2 എഴുതുമ്പോൾ എവിടുന്ന് തുടങ്ങി ഇങ്ങോട്ടേക്കാണ്. സോ ഇങ്ങനെയാണ് മോളിക്യൂൾ ട്രാൻസിഷൻ. എനർജി കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ലോവർ ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക്. അതല്ല ഇലക്ട്രോണിക് ട്രാൻസിഷൻ, ഒരു എനർജി ലെവലിൽ നിന്നാണ്. അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്താ വെച്ചാൽ വൈബ്രേഷണൽ എനർജി ലെവൽ ട്രാൻസിഷൻസാണ് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ അങ്ങനെ ഒരു പർട്ടിക്കുലർ സെലക്ഷൻ റൂൾ, വൈബ്രേഷണൽ സെലക്ഷൻ റൂളൊന്നും പറയുന്നില്ല. ഓക്കെ, എന്നാൽ പക്ഷേ ഒരു പ്രധാനപ്പെട്ട ദ ട്രാൻസിഷൻസ് ആർ ബേസ്ഡ് ഓൺ ദിസ് Frank-Condon principle, and this principle states that an electronic transition take place so rapidly that a vibrating molecule does not change its internuclear distance appreciably during the transition. I repeat, an electronic transition take place so rapidly. ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കും സോ റാപ്പിഡ്ലി, പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് തന്നെ
the vibrating molecule does not change its internuclear distance appreciably during the transition. മോളിക്യൂളിലെ ട്രാൻസിഷൻ, ഇലക്ട്രോണിക് ട്രാൻസിഷൻ പെട്ടെന്ന് നടക്കും. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അവിടെ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും അല്ലേ? അതിനേക്കാൾ മുന്നേ എന്ത് നടക്കും? ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കും. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കും. അല്ലെങ്കിൽ പറയാം, എങ്ങനത്തെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളൂ? ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ചേഞ്ച് വരാത്ത തരത്തിലുള്ള ട്രാൻസിഷൻസ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റൂൾ ഇങ്ങനെ തന്നെ പഠിക്കൂ. ആൻ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ടേക്ക് പ്ലേസ് സോ റാപ്പിഡ്ലി ദാറ്റ് എ വൈബ്രേറ്റിംഗ് മോളിക്യൂൾ ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് അപ്രീഷ്യബിളി ഡ്യൂറിങ് ഇറ്റ്സ് ട്രാൻസിഷൻ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ദ ടൈം റിക്വയർഡ് ഫോർ ആൻ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഈസ് വെരി സ്മോൾ. ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷന് വേണ്ട സമയം എന്ന് പറയുന്നത് വെരി സ്മോൾ ആണ്. അതുകൊണ്ട് മോളിക്യൂൾ ഓസിലേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് എന്ത് ചെയ്യും? ഇലക്ട്രോണിക് ട്രാൻസിഷൻ ദ ടൈം ഫോർ ആൻ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഈസ് വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ദി ഓസിലേഷൻ. അപ്പോൾ ഓസിലേഷൻ നടക്കുമ്പോൾ എന്തായാലും അവിടെ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്താ ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവുമല്ലോ. അപ്പോൾ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് മാറും. അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ പെട്ടെന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഫ്രാങ്കോണ്ടൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ആൻഡ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ടേക്ക് പ്ലേസ് സോ റാപ്പിഡ്ലി ദാറ്റ് എ വൈബ്രേറ്റിംഗ് മോളിക്യൂൾ ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോണിക് ട്രാൻസിഷൻ പെട്ടെന്ന് നടക്കും അല്ലേ? അപ്പോൾ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് നടക്കുന്നു? ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുന്നു. പക്ഷേ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ വൈബ്രേഷൻ എനർജി ലെവൽസിന് മാറ്റം വരുന്നുണ്ട്. എന്നാൽ പോലും മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ട്രാൻസിഷൻ നടക്കും എന്നാണ് ഫ്രാങ്കോണ്ടൻ പറയുന്നത്. പിന്നെ അവർ ഇങ്ങനെ വീണ്ടും കുറച്ചുകൂടി ഇതിനെ ബേസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ കൂടി കണ്ടെത്തി. ഗ്രൗണ്ട് സ്റ്റേറ്റ് വൈബ്രേഷണൽ എനർജി ലെവൽ, അതായത് സീറോത്ത് ലെവൽ, അവിടുന്ന് എപ്പോഴും ഒരു ട്രാൻസിഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മിഡ് പോയിൻറ്റിൽ വെച്ചിട്ടായിരിക്കണം ട്രാൻസിഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. That is usually for the ground state, the lowest vibrational level, the transition from a lowest vibrational level take place from midpoint. V equal to 0 എന്ന് ഒരു ട്രാൻസിഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മിഡ് പോയിൻ്റ് എന്താ ഈ മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ മോളിക്യൂൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണേ, പെൻഡുലം മോഷൻ അല്ലേ മോളിക്യൂൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസിഷൻ എപ്പോഴും മിഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഏത്? V equal to 0 എന്നുള്ള കേസിൽ. അപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടുന്ന് ഒരു ട്രാൻസിഷൻ നടക്കുകയാണ്. ഇവിടുന്ന് ട്രാൻസിഷൻ നടക്കുമ്പോൾ എങ്ങനത്തെ ട്രാൻസിഷൻസേ പോസിബിൾ ആയിട്ടുള്ളൂ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടുന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വന്നിട്ട് എവിടെ മുട്ടുന്നത് നോക്കുക. കാരണം ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇതാണ് അല്ലേ? അത് മാറരുത് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. ഇത് 0, ഇത് 1, ഇത് 2. കണ്ടു 2. അപ്പോൾ 0 to 2ലേക്കുള്ള ട്രാൻസിഷനാണ് ഏറ്റവും നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രാൻസിഷൻ. ഫ്രാങ്കോണ്ടൻ പ്രിൻസിപ്പിൾ പ്രകാരമുള്ള ട്രാൻസിഷൻ എന്തായിരിക്കണം? 0 to 2 അല്ല. ഇങ്ങനെ 0 to മറ്റേൻ്റെ 0 പറഞ്ഞാൽ നോക്കൂ, ഇതിങ്ങനെ ചെരിഞ്ഞു പോകും അല്ലേ? ഇവിടെ ഇങ്ങോട്ടേക്കുമ്പോൾ ചെരിഞ്ഞു പോകും, ഇതും ഇങ്ങോട്ട് ചെരിഞ്ഞു പോകും, ഇത് നേരെ പോകുമ്പോൾ 0 to 2. അപ്പോൾ അതാണ് ഫ്രാങ്കോണ്ടൻ പറഞ്ഞത്, ഇലക്ട്രോണിക് ട്രാൻസിഷൻ ടേക്ക് പ്ലേസ് സോ റാപ്പിഡ്ലി ദാറ്റ് വൈബ്രേറ്റിംഗ് മോളിക്യൂൾ ഡസ് നോട്ട് ചേഞ്ചസ് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. കാരണം ആൾറെഡി എക്സൈറ്റഡ് സ്റ്റേജ് കുറച്ച് ഇങ്ങോട്ടേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നേരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എവിടെ മുട്ടുന്നു അതാണ് ആക്ച്വൽ ട്രാൻസിഷൻ എന്നാണ്. ഫ്രാങ്കോണ്ടൻ ട്രാൻസിഷൻ അതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ചെയ്യുന്നത്. അപ്പോൾ 0 to 2 എന്നുള്ള ട്രാൻസിഷൻ ആയിരിക്കും നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഗ്രൗണ്ടിൽ നിന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാങ്കോണ്ടൻ പറഞ്ഞത് 0th ലെവലിൽ നിന്നുള്ള ട്രാൻസിഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ദ ട്രാൻസിഷൻ മസ്റ്റ് ബി സ്റ്റാർട്ട് ഫ്രം മിഡ് പോയിൻറ്റ്. പിന്നെയുള്ള ലെവൽസിൽ നിന്നൊക്കെ ട്രാൻസിഷൻ വരുന്നത് എക്സ്ട്രീമിലാണ്. ആ ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഈ എൻഡോ അല്ലെങ്കിൽ ഈ എൻഡോ. ഇതിപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്നതാണെങ്കിൽ ഈ എൻഡ്, അവസാനിക്കുന്നത് എവിടെ വെച്ചാൽ, അപ്പോൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതിനെ നമ്മൾ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ, അപ്പോൾ എക്സ്ട്രീം എൻഡിൽ നിന്നുള്ള ട്രാൻസിഷൻസിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം എൻഡിൽ നിന്നുള്ള ട്രാൻസിഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എവിടെയാണോ കണക്ട് ചെയ്യുക, അപ്പോൾ എക്സ്ട്രീം എൻഡ് V equal to 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ്, അല്ലാതെ സെൻറ്ററിൽ നിന്നല്ല തുടങ്ങേണ്ടത്. V equal to 1 എന്നൊരു ട്രാൻസിഷൻ
റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എക്സ്ട്രീമിൽ നിന്ന് നേരെ വരച്ചു. എന്തിനാണ് നേരെ വരയ്ക്കണത്? ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് മാറരുതെന്ന് ഫ്രാങ്കോണ്ടൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നോക്കൂ, ഇത് നേരെ എത്തുന്നു, 1ൽ നിന്നുള്ള ട്രാൻസിഷൻ നേരെ എത്തുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ് V''ലുള്ള 8ലാണ്. ആ ഇക്വേഷൻ എങ്ങനെ നമുക്ക് എഴുതാം? 1ൽ നിന്ന് 8ലേക്കുള്ള ട്രാൻസിഷൻ അല്ലെങ്കിൽ 8,1 എന്ന് എഴുതാം അല്ലേ. സോ ഈ ട്രാൻസിഷനും ഫ്രാങ്കോണ്ടൻ പ്രിൻസിപ്പിൾ പ്രകാരം നടക്കുന്ന ട്രാൻസിഷനാണ്. എന്താണ്? ഡ്യൂറിങ് ദിസ് ട്രാൻസിഷൻ, അതായത് ദിസ് ട്രാൻസിഷൻ ഒക്കെ സോ റാപ്പിഡ്ലി ദാറ്റ് ദ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ചസ് ഡ്യൂറിങ് ദ ട്രാൻസിഷൻ. ട്രാൻസിഷൻ നടക്കുമ്പോൾ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ചേഞ്ച് വരില്ല എന്നാണ് ഫ്രാങ്കോണ്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു എനർജി ലെവലിൽ നിന്ന് അടുത്ത എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ. നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈബ്രേഷണൽ ട്രാൻസിഷൻ തന്നെയാണ് നടക്കുന്നത്. അത് പെട്ടെന്ന് നടക്കും എന്നാണ് പറയുന്നത്. അതായത് മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് നടക്കും. മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്തതിൻ്റെ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഒന്നും ചേഞ്ച് വരില്ല. അപ്പോൾ ഇത്തരം ട്രാൻസിഷൻസ് ആണ് ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ളത് നടക്കുള്ളൂ. അതിനർത്ഥം മറ്റുള്ളത് നടക്കില്ല എന്നുള്ളതല്ല. അപ്പോൾ ESR സ്പെക്ട്രം എടുത്തു കഴിഞ്ഞ വെച്ചാൽ നമുക്കറിയാം 0 to 2 എന്നുള്ളത് നല്ല ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ 0 to 3, 0 to 4, 5 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞത്. ഇത് 0 to 1, ഓക്കെ, ഇങ്ങനെ ലൈൻസാണ് കിട്ടുക. അപ്പോൾ നല്ല ഇൻറ്റൻസ് ആയി കിട്ടുന്ന ലൈനാണ് 0 to 2. ഓക്കെ, 0 to 2. ആക്ച്വലി നമുക്ക് ഇങ്ങനെയൊന്നും അല്ല കിട്ടുക. നമ്മളിങ്ങനെ ലൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാലും നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുക, ഒരു ബാൻഡൊക്കെ ആയിട്ടാണ് കിട്ടുക കേട്ടോ. ഒരു എക്സാക്റ്റ് ലൈനൊക്കെ ആയിട്ടല്ല കിട്ടുക, ഇങ്ങനെ ബാൻഡ്. അപ്പോൾ 0 to 2 നല്ല ഇൻറ്റൻസ് ആയിട്ട്. കോമയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 2,0 എഴുതും, ഇത് 3,0 എന്ന് എഴുതും. ഓക്കെ, സോ ഇതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്രാങ്കോണ്ടൻ പ്രിൻസിപ്പിൾ. Next we can check what is dissociation energy and dissociation product. And dissociation energy means the energy required to separate the atoms of a diatomic molecule in the lowest vibrational energy level of a particular electronic state. എന്താ ഡിസോസിയേഷൻ എനർജി പറഞ്ഞാൽ? ഈ ഒരു ഇതാണ് ഡിസോസിയേഷൻ എനർജി. ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ ഒരു ലോവസ്റ്റ് വൈബ്രേഷണൽ എനർജി ലെവലിൽ നിന്ന് എത്ര എനർജി വേണം അതിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ, അതിനെയാണ് നമ്മൾ ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഡിസോസിയേഷൻ എനർജി? ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ദ ആറ്റംസ് ഓഫ് എ ഡയാറ്റോമിക് മോളിക്യൂൾ ഇൻ ദി ലോവസ്റ്റ് വൈബ്രേഷണൽ എനർജി ലെവൽ ഓഫ് എ പർട്ടിക്കുലർ ഇലക്ട്രോണിക് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ ഇത്രയും എനർജി കൊടുത്തു വെച്ചാൽ ഇവിടുന്ന് ഈ വൈബ്രേഷണൽ എനർജി ലെവലിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു ട്രാൻസിഷൻ, ഇതും VD ആണ് കേട്ടോ, V''D. എന്താണ്? V''D. ഇത് V''D. അപ്പോൾ ഇത്രയും എനർജി കൊടുത്തത് ഡിസോസിയേഷൻ. അതുപോലെ ഇത് അടുത്തൊരു എനർജി ലെവലിൽ നിന്നാണ്. അപ്പോൾ ഇവിടെയുള്ള മിനിമം വൈബ്രേഷണൽ എനർജി ലെവലിൽ നിന്ന് VD' എന്താണ് ഒരു എനർജി സപ്ലൈ ചെയ്ത് അത് ഡിസോസിയേറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ D0' കൊടുത്തു, ഇത് D0'. അതാണ് ഡിസോസിയേഷൻ എനർജി. ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ആറ്റംസ് ഓഫ് എ മോളിക്യൂൾ ഇൻ ദി ലോവസ്റ്റ് വൈബ്രേഷണൽ എനർജി ലെവൽ ഓഫ് എ പർട്ടിക്കുലർ ഇലക്ട്രോണിക് എനർജി ലെവൽ. ലോവസ്റ്റ് വൈബ്രേഷണൽ എനർജി ലെവൽ ഓഫ് എ പർട്ടിക്കുലർ ഓരോ എനർജി ലെവലിലും ലോവസ്റ്റ് വൈബ്രേഷണൽ എനർജി ലെവലിന് എത്ര എനർജി വേണം അത് ഡിസോസിയേറ്റ് ചെയ്യാൻ, അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് ലോവറിൽ നിന്ന് ഒരു V''D'ക്ക് എത്തുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ വൈബ്രേഷൻ കാരണം ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ്. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ദാറ്റ് ലീഡ്സ് ടു ഡിസോസിയേഷൻ. ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റേലേക്ക് പോകുമ്പോൾ ഡിസോസിയേഷൻ നടക്കുന്നുണ്ടോ നോക്കാം. നൗ ലെറ്റ് us കൺസിഡർ ദ ട്രാൻസിഷൻ V''0 to V''D. V''D എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ വെൻ കൺസിഡർ V'0 to V''D'യിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഹിയർ ഒക്കെ ഡിസോസിയേഷൻ, മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടന്നിട്ട് ഇവിടെ ഡിസോസിയേഷൻ നടന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസോസിയേഷൻ നടന്നു പറഞ്ഞാൽ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ് അല്ലേ. ഇവിടെ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു, ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തിരിച്ചു പോകുന്നു. ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന് ഒരു വാല്യൂ ഉണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി അല്ലേ. നോക്കൂ, ഇത് ഇങ്ങനെ അനന്തമായി കിടക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഡിസോസിയേറ്റ് ചെയ്തു. ഇലക്ട്രോണിക് ട്രാൻസിഷൻ V'=0ൽ നിന്ന് V''D
ഡിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഡിസോസിയേഷൻ നടന്നു. അല്ല അതിന് തൊട്ട് താഴേക്കൊക്കെ ആണെങ്കിൽ, താഴേക്ക് പറഞ്ഞാൽ ഇവിടെയൊക്കെ വൈബ്രേഷണൽ എനർജി ലെവലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസിഷനൊക്കെ നമുക്ക് ഓരോ ബാൻഡ് ഇങ്ങനെ കിട്ടും. പക്ഷേ ആ ഡിനേക്കാൾ കൂടുതലായിട്ടുള്ള ട്രാൻസിഷൻസൊക്കെ നമുക്കൊരു ബാൻഡായിട്ടാണ് കിട്ടുക. ഇങ്ങനെ ഒന്നിച്ചായിട്ട് ഓരോരോ ഒരു സ്പെസിഫിക് ലൈനല്ല കിട്ടുക, ഇങ്ങനെ കണ്ടിന്യൂസ് ലൈൻസ് എന്നാണ് കിട്ടുക. അപ്പോൾ അതിനെ നമ്മൾ കണ്ടിന്യം എന്നാണ് പറയുക. ഇറ്റ് ഈസ് ടേംഡ് ആസ് കണ്ടിന്യം. സോ ഒരു 0th ലെവലിൽ നിന്ന് ഡിയേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത്, എന്താ പറയുന്നത്, ഹയർ ലെവൽ അല്ലേ, അതിനേക്കാൾ ലെസ് ദാൻ ഡാഷിനേക്കാൾ കുറവായിട്ടുള്ള എല്ലാ ട്രാൻസിഷനിലും നമുക്ക് ഒരു പർട്ടിക്കുലർ ബാൻഡ് കിട്ടും. അതിലേക്ക് മുകളിലേക്കുള്ളതിനെല്ലാം നമുക്കൊരു കണ്ടിന്യൂസ് ലൈൻസാണ് കിട്ടും. അതിനെ നമ്മൾ കണ്ടിന്യം എന്നാണ് പറയുക. ആൻഡ് ദിസ് ഈസ് ടേംഡ് ആസ് ദി കണ്ടിന്യം. അപ്പോൾ ഇതാണ് ഈ കണ്ടിന്യം റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദീസ് അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കൺവേർജ് ചെയ്തു. ആൻഡ് ഇവഞ്ച്വലി പാസസ് ടു എ കണ്ടിന്യൂസ് റീജിയൻ ടേംഡ് ആസ് കണ്ടിന്യം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിന്യം. അപ്പോൾ ഇവിടെ ഒരു കണ്ടിന്യത്തിലൊരു പർട്ടിക്കുലർ വൈബ്രേഷൻ സ്ട്രക്ചർ ഇല്ല, ഇങ്ങനെ നല്ലൊരു സ്ട്രക്ചർ ഇവിടെ ഇല്ല. വൈബ്രേറ്റ് ചെയ്യുന്നില്ല, ഒരു നന്നായി വൈബ്രേറ്റ് ചെയ്യുക പറഞ്ഞാൽ ഇങ്ങനെ പോയി തിരിച്ചു വരണമല്ലോ, ഇവിടെ തിരിച്ചു വരണില്ല. അത് ഇൻഫിനിറ്റ് ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഒരു കണ്ടിന്യം. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു, കണ്ടിന്യം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഈ കണ്ടിന്യം എന്ന് പറയുന്നത്? നമ്മൾ ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എക്സൈറ്റഡ് ഇലക്ട്രോണിക് ലെവലിൽ നടക്കുമ്പോൾ, ഇഫ് ദ ട്രാൻസിഷൻ ഈസ് ഫ്രം V'0 ടു V'D ആൻഡ് എബവ് ദാറ്റ്, ഡിക്കും അതിന് മുകളിലും ആകുമ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാൻഡാണ് കിട്ടുക. അല്ലെ, അതിനെ കണ്ടിന്യം എന്ന് പറയുക. അതായത് ഇവിടെ ഡെഫിനിറ്റ് വൈബ്രേഷൻ എനർജി ലെവൽസ് ഇല്ല, എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഒരു കൺവേർജ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കിട്ടുക. അതിനെയാണ് നമ്മൾ കണ്ടിന്യം എന്ന് പറയുന്നത്. അല്ല, അതായത് ഇവിടെ വെച്ച് ഡിസോസിയേറ്റ് ചെയ്യും, മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യും. അല്ല, അതിന് താഴേക്കുള്ള ട്രാൻസിഷനൊക്കെ നമുക്ക് കറസ്പോണ്ടിങ് ഓരോരോ ബാൻഡ് കിട്ടും. സോ ഇതിനെയാണ് നമ്മൾ കണ്ടിന്യം എന്ന് പറയുന്നത്. ആൻഡ് ദ എനർജി ഓഫ് ദ ലോവർ ലിമിറ്റ്, ഈ കണ്ടിന്യത്തിൻ്റെ ലോവർ ലിമിറ്റ്, ദ എനർജി ഓഫ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ കണ്ടിന്യം ഈസ് ടേംഡ് ആസ് എ കണ്ടിന്യം ലിമിറ്റ്. Energy of the lower limit of the continuum is termed as continuum limit or convergence limit എന്ന് പറയും. കൺവേർജൻസ് ലിമിറ്റ്, അതായത് ഈ കാണുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസോസിയേഷൻ എനർജി ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി ഡിസോസിയേഷൻ എനർജി. ദ ലോവർ ലിമിറ്റ് ഓഫ് ദ കണ്ടിന്യൂം ഈസ് ടേംഡ് ആസ് ദ കണ്ടിന്യൂം ലിമിറ്റ് ഓർ കൺവേർജൻ ലിമിറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി ഡിസോസിയേഷൻ എനർജി. ആൻഡ് ഇവിടെ നമ്മൾ ഏത് റെപ്രസെൻറ്റ്, V' = 0 ടു V'D, V'0 ടു V'Dയിലേക്കുള്ളൊരു ട്രാൻസിഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്ക്, ആദ്യം നമ്മൾ പഠിച്ചു ഇവിടുന്ന് V'0 V''Dയിലെത്തുമ്പോൾ തന്നെ, ഇവിടെ എത്തുമ്പോൾ തന്നെ പ്രോഡക്റ്റ് ഡിസോസിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ എനർജി പറയുന്നത് ഇതാണ് അല്ലേ. വെറും വൈബ്രേഷൻ കൊണ്ട് മാത്രം ഡിസോസിയേറ്റ് ചെയ്തതിൻ്റെ പ്രോഡക്റ്റിൻ്റെ എനർജി ഇതാണ്. പക്ഷേ നമ്മൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ, വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കിടക്കുന്ന പ്രോഡക്റ്റ് ഇവിടെയാണ് കിടക്കുന്നത്, അവരുടെ എനർജി പറയുന്നത് ഇതാണ്. അപ്പോൾ അവരുടെ എനർജി എന്ന് പറയുന്നത് ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്ന എനർജി അവരെക്കാൾ EX എനർജി കൂടുതലാണ് അല്ലേ. അതായത് വെറും വൈബ്രേഷൻ നടന്നിട്ട് പിന്നെ ഡിസോസിയേറ്റ് ചെയ്യുന്നവരുടെ പ്രോഡക്റ്റിൻ്റെ എനർജി ഇതാണ്. ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടന്നിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ എനർജി ഇതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്താ പറയുക, EX ഈസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസോസിയേഷൻ ഇൻ ദ ലോവർ സ്റ്റേറ്റ് വെൻ കമ്പയർഡ് ടു ഡിസോസിയേഷൻ ഇൻ ദി അപ്പർ സ്റ്റേറ്റ്. ഇത് അപ്പർ സ്റ്റേറ്റിലുള്ള ഡിസോസിയേഷനാണ്, ഇത് ലോവർ സ്റ്റേറ്റിലുള്ള ഡിസോസിയേഷൻ. സോ ദേ ഡിഫർ ബൈ ആൻ എനർജി EX. സോ ഇതും ഒരു ഡിസോസിയേഷനാണ്, ഇതൊരു ഡിസോസിയേഷൻ. ഈ രണ്ടാമത്തത് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി കിട്ടുമ്പോൾ ഇത് അടുത്തേക്ക് പോയിട്ട് ഇവിടെ വന്ന് ഡിസോസിയേറ്റ് ചെയ്യാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു ഇങ്ങനെ ജസ്റ്റ് ഇവിടെ വെച്ച് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ A B എന്നുള്ളത് എന്തായി മാറി, Aയും Bയും ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ Aയും Bയും ആയിട്ട് മാറും, പക്ഷേ എനർജി കൂടുതലായിരിക്കും. അതൊന്ന് മനസ്സിലാക്കണത്, ഇങ്ങനെയുള്ള ട്രാൻസിഷനിൽ Aയും Bയും സെപ്പറേഷൻ നടന്നു. അതിൽ A എന്നുള്ളത് ചിലപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും, B എന്ന് പറയുന്നത് EX എന്നുള്ള എനർജി, ഇത്രയും എനർജി കിട്ടിയത് Bക്കായിരിക്കും. അപ്പോൾ ഒരാൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും, മറ്റേ ആറ്റത്തിന് EX എന്നുള്ള എനർജി ഉണ്ടായിരിക്കും വിത്ത് നോ കൈനറ്റിക് എനർജി. കാരണം വേറെ എനർജി ഒന്നുമില്ലല്ലോ, ഒരു EX എന്നുള്ള എക്സസ് എനർജി കിട്ടിയത് EX അല്ലേ. അപ്പോൾ വെറും ഇങ്ങനത്തെ ട്രാൻസിഷനിൽ there occurs separation of the products.
the dissociation of the molecule into product, and the dissociation among the dissociation product, one will be in the ground state and another having energy Ex. മനസ്സിലാവുന്നുണ്ടോ മക്കൾ? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത്ര ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട, അവർ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇത് വൈബ്രേഷൻ ഒരേ വൈബ്രേഷൻ എനർജി ലെവലിലുള്ള ഡിസോസിയേഷനെയാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ എത്തുമ്പോൾ നമ്മൾ എ ബി ഡിസോസിയേറ്റ് ചെയ്തിട്ട് എയും ബിയും ആയി മാറും. അതിൽ ഒരാളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും എനർജി കുറവായിരിക്കും, മറ്റേ ആളുടെ എനർജി Ex ആയിരിക്കും. കാരണം ഇത്രയും എനർജി Ex എന്നുള്ള എനർജി കൂടുതലുണ്ടായിരിക്കും അയാൾക്ക്. ഓക്കെ, ഇനി ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൈ എനർജിയിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടന്നിട്ടുള്ള ഡിസോസിയേഷനാണ്. അതിൻ്റെ എനർജി പറഞ്ഞാൽ ഇത്രയും എനർജി കൂടുതലാണ് അല്ലേ. അപ്പോൾ അവർ രണ്ടുപേർക്കും അപ്പോൾ എയും ബിയും എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് കൈനറ്റിക് എനർജി, ഈ എക്സസ് എനർജി അവർ കൈനറ്റിക് എനർജി ആയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുമ്പോൾ കൈനറ്റിക് എനർജി വരും ആറ്റത്തിന്. വെറും വൈബ്രേഷണൽ ട്രാൻസിഷൻ കാരണം ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഒന്നും ഉണ്ടായിരിക്കില്ല ആറ്റങ്ങൾക്ക്. ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ കൈനറ്റിക് എനർജി ചേഞ്ചും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കണ്ടിന്യൂത്തിൽ വെച്ചിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്, ഇവിടെ വൈബ്രേഷൻ വെച്ചിട്ട് തന്നെ ഡിസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കണ്ടിന്യൂത്തിൽ വെച്ച് ഡിസോസിയേഷൻ ചെയ്യണമെങ്കിൽ നോക്കുക എത്ര എനർജി കൊടുക്കണം. ഇവിടുന്ന് മുതൽ ഇത്രയും എനർജി ഉണ്ട്, അതല്ലേ കണ്ടിന്യൂ ലിമിറ്റിൻ്റെ എനർജി എത്രയായിരിക്കണം? V'(0) ഇത്രയും എനർജിയാണ് കണ്ടിന്യൂ ലിമിറ്റിൻ്റെ എനർജി. അപ്പോൾ നമുക്ക് ആ എനർജിയെ നമുക്ക് ന്യൂ കണ്ടിന്യൂ ലിമിറ്റ് എന്ന് എഴുതി. അതെന്തിന് ഈക്വൽ ആയിരിക്കും? D0', ഇത് D0' പ്ലസ് Ex. ഇതാണ് കണ്ടിന്യൂം എനർജി കേട്ടോ. കണ്ടിന്യൂം എനർജിയുടെ ലിമിറ്റ് കണ്ടിന്യൂം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇവിടുന്ന് മുതൽ ഇത്ര വരെയാണ്. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇത്ര പറഞ്ഞാൽ D0' പ്ലസ് Ex. അതാണ് എഴുതിയിരിക്കുന്നത്. എനർജി ഓഫ് കണ്ടിന്യൂം ലിമിറ്റ് ഈക്വൽ ടു D0' പ്ലസ് Ex ആണ്. ഇനി ഈ ന്യൂ ബാർ കണ്ടിന്യൂം ലിമിറ്റ്, ന്യൂ ബാർ എന്ന് പറയുന്നത് എനർജിയാണ് കേട്ടോ. ഇതിനെ നമുക്ക് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ന്യൂ ബാർ കണ്ടിന്യൂം ലിമിറ്റ്. ദെൻ ഈ എക്സ്റ്റേണൽ, അതായത് എക്സൈറ്റേഷൻ എനർജി നമുക്ക് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫ്രം ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് D0'. എന്താ D0'? എന്ന് പറഞ്ഞു വെച്ചാൽ ഡിസോസിയേഷൻ എനർജി ഫോർ ദി ലോവർ സ്റ്റേറ്റിലുള്ള ഡിസോസിയേഷൻ എനർജി. ഇത് ഹയർ സ്റ്റേറ്റിലുള്ള ഡിസോസിയേഷൻ എനർജി. അപ്പോൾ D0' നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ന്യൂ ബാർ കണ്ടിന്യൂം ലിമിറ്റിനെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാൻ പറ്റും. ന്യൂ ബാർ കണ്ടിന്യൂം ലിമിറ്റ് ഇസ് ഈക്വൽ ടു, അതിനെ നമുക്ക് നോക്കൂ, V' ഈക്വൽ ടു ഈ സീറോയിൽ നിന്ന് V'0 സീറോയിൽ നിന്ന് ഈ V' സീറോയിലേക്കുള്ള ഈ ദൂരം നോക്കൂ, ഇങ്ങനെയുള്ളൊരു ദൂരം പ്ലസ് ഇങ്ങനെയും എഴുതിക്കൂടെ നമുക്ക്. ഇതെന്താണ്? D0'. അപ്പോൾ നമുക്ക് അതിനെ വേറെ രീതിയിലും എഴുതാം. D0' പ്ലസ് ഏത് ട്രാൻസിഷൻ്റെ എനർജി? ന്യൂ ബാർ കറസ്പോണ്ടിങ് ടു 0 to 0 പറഞ്ഞു വെച്ചാൽ ഈ സീറോയിൽ നിന്ന്, അതായത് ഇവിടെ നിന്ന് ഇവിടേക്ക് പ്ലസ് D0'. മറ്റേത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് D0' പ്ലസ് Ex ആയി റെപ്രസെൻറ്റ് ചെയ്ത് വേറൊരു രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 0 to 0 നിന്ന് പിന്നെ അവിടെ നിന്നുള്ള D0'. അതാണ് ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ന്യൂ ബാർ കണ്ടിന്യൂത്തിനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. അതായത് രണ്ട് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. രണ്ടായിട്ട് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ന്യൂ കണ്ടിന്യൂം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് കണ്ടിന്യൂം ലിമിറ്റ്. കണ്ടിന്യൂം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂത്തിലുള്ള ലോവസ്റ്റ് എനർജി ലെവലിനെയാണ് നമ്മൾ കണ്ടിന്യൂം ലിമിറ്റ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു D0'' നമുക്ക് കണ്ടുപിടിക്കാം, Ex കണ്ടുപിടിക്കാം, ഇതും കണ്ടുപിടിക്കാം നമുക്ക് ഫ്രം ഇലക്ട്രോണിക് ഫൈൻ സ്ട്രക്ചറിൽ നിന്ന്. സോ വി ക്യാൻ ഫൈൻഡ് D0' കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് പൊട്ടൻഷ്യൽ എനർജി കർവിൽ പഠിച്ചത്. നമ്മളിതൊരു പൊട്ടൻഷ്യൽ എനർജി കർവായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനെ മോഴ്സ് കർവ് എന്ന് പറയുന്നു. ഓരോ എനർജി ലെവലിനും അതിൻ്റേതായ പൊട്ടൻഷ്യൽ എനർജി കർവ്സ് ഉണ്ടായിരിക്കും. ഇതൊരു പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ദിസ് ഈസ് ഫോർ എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ ഓൾവേസ് എക്സൈറ്റഡ് സ്റ്റേറ്റ് കുറച്ച് ഇങ്ങോട്ടേക്കായിരിക്കും, കാരണം ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. ദെൻ ലോവസ്റ്റ് എനർജി ലെവലിൽ ഇത്രയും ഡിസോസിയേഷൻ എനർജി ഉണ്ടാവും. ഹയസ്റ്റ് ലെവലിൽ വരുമ്പോഴൊക്കെ ഡിസോസിയേഷൻ എനർജി കുറവായിരിക്കും. ഇനി അടുത്തൊരു ഇത് വരുമ്പോഴും ഡിസോസിയേഷൻ എനർജി കുറവായിരിക്കും. പിന്നെ നമ്മൾ ഫ്രാങ്കോണ്ടൻ പ്രിൻസിപ്പിൾ പറഞ്ഞു എന്തായിരുന്നു? Electronic excitation occurs so rapidly that the molecule vibration does not change internuclear distance. Internuclear distance change തരാത്ത ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്, മനസ്സിലായി. പക്ഷേ ബാക്കിയുള്ളതും നമുക്ക് തരാം, പക്ഷേ ഇൻറ്റൻസ് ആയിട്ടുള്ളത് അത്തരം ട്രാൻസിഷൻ ആയിരിക്കും.
പിന്നെ നമ്മൾ ഡിസോസിയേഷൻ എനർജി എന്താ പഠിച്ചു അല്ലേ? വൈബ്രേഷനിൽ നിന്ന് ഇത്രയും എനർജി കൊടുത്താൽ തന്നെ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ എനർജി കൊടുക്കുമ്പോൾ അവിടെ എന്ത് നടക്കും? ഇലക്ട്രോണിക് എനർജി ലെവൽ ട്രാൻസിഷൻ നടക്കും. എന്നിട്ട് പ്രോഡക്റ്റ് ഡിസോസിയേറ്റ് ചെയ്യും. ഇവിടെയും ഡിസോസിയേറ്റ് ചെയ്യും, പക്ഷേ കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. ഇത്രയും എനർജി കൊടുക്കുമ്പോൾ ബാക്കിയുള്ള എനർജി എന്ത് ചെയ്യും? മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി, ആറ്റംസ് മൂവ് ചെയ്യും, എയും ബിയും മൂവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ എയും ബിയും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഇത്രയും ഹൈ എനർജി കൊടുക്കുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്ത് മൂവ് ചെയ്യും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. അതൊന്ന് നമുക്ക് ഈ ഓരോന്നിൻ്റെയും വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് പഠിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഇതാണ്, ഫ്രാങ്കോണ്ടം പ്രിൻസിപ്പിൾ. പിന്നെ കണ്ടിന്യൂം എന്ന് പറയുമ്പോൾ ഹയർ ലെവലിലേക്ക് V'(D)യേക്കാൾ കൂടുതൽ ലെവലിലേക്ക് ഇങ്ങനെ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക സ്പെക്ട്രം ബാൻഡ്. ഒരു ഫൈൻ സ്ട്രക്ചർ നമുക്ക് കിട്ടില്ല. അതിനെയാണ് നമ്മൾ കണ്ടിന്യൂം എന്ന് പറയുന്നത്. കണ്ടിന്യൂം ലിമിറ്റ് എന്ന് പറയുന്നത് ആ മിനിമം എനർജി ലെവലിനെയാണ് നമ്മൾ കണ്ടിന്യൂം ലിമിറ്റ് എന്ന് പറയുന്നത്.